ക്ഷേത്രസഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ക്ഷേത്രസഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ഹരിശ്രീ കുറിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന നെടുമ്പാശ്ശേരിക്കടുത്തുള്ള ആവണംകോട് സരസ്വതി ക്ഷേത്ര സന്നിധിയിലേക്കാണ്. ബാലനായിരുന്നപ്പോൾ തന്നെ പിതാവിന് നഷ്ടമായ ശ്രീ ശങ്കരന് പാരമ്പര്യ രീതിയിൽ മനയിൽ വെച്ച് പൂജകൾ നടത്തിയതിനു ശേഷമുള്ള ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ വേദനപ്പെടാതെ ശ്രീ ശങ്കരന്റെ അമ്മ അന്നേ പ്രശസ്തമായിരുന്ന ആവണംകോട് സരസ്വതി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് എഴുത്തിനിരുത്തിയെന്നാണ് വിശ്വാസം. മാധവീയ ശങ്കര വിജയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് അറിവിന്റെയും വിദ്യയുടെയും ദേവതയായ സരസ്വതി ദേവി തന്നെ ആദിശങ്കരന്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ജ്ഞാനവിജ്ഞാനങ്ങളുടെ വിജയം സാക്ഷ്യപ്പെടുത്തിയെന്നാണ്. അറിവിന്റെ സർവജ്ഞപീഠം കീഴടക്കിയ ആദിശങ്കരൻ ആദ്യാക്ഷരം കുറിച്ചുവെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണിത്, ആവണംകോട് സരസ്വതി ക്ഷേത്രം. സ്വയംഭൂവായ ശിലാവിഗ്രഹത്തിൽ ഗോളക ചാർത്തി ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. ഈ തിരുനടയ്ക്കും പറയാനുണ്ട്. അതുവരെ സംസാരിക്കാതിരുന്ന കുട്ടി സംസാരിച്ചത്, ബുദ്ധിക്ക് തെളിച്ചം വന്നത്, അങ്ങനെ വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങൾ നിരവധി. സൂര്യപ്രകാശമേറ്റ് വിളറി വെളുത്ത ഇവിടുത്തെ മേച്ചിലൂടുകൾക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകളായി അക്ഷര വെളിച്ചം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ. ഒരു കാലത്ത് കായൽ പോലെ വിശാലമായ പാടങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നു ആവണംകോട്. പിന്നീട് ആ പാടങ്ങൾ വിമാനത്താവളത്തിന്റെ ഭാഗമായി. എങ്കിലും ക്ഷേത്രവും പരിസരവും ഇപ്പോഴും പഴയതുപോലെയൊക്കെ തന്നെ ഉണ്ട്. വെളിപ്പാടകലെ ആദിശങ്കരന്റെ മണ്ണ്, ശങ്കരസ്തൂപവും ശാരദാമഠവും ആഗമാനന്ദാശ്രമവും മുതലക്കടവും ശങ്കരാചാര്യരുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളും ശങ്കരാചാര്യരുടെ പേരുള്ള സർവകലാശാലയും, അങ്ങനെ എത്രയോ ശങ്കര സ്മൃതികൾ ഇവിടെയുണ്ട്. ശാന്തസ്വരൂപിണിയായ കുമാരിയാണ് ആവണംകോട്ട ദേവി. 108 ദുർഗാലയങ്ങളിൽ ഒന്ന്. നിത്യേനയുള്ള വിദ്യാരംഭമാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ നിത്യേന ഇവിടെ എത്തുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ആദ്യമായി എഴുത്തിനിരുത്തുക മാത്രമല്ല ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും എഴുത്തിനിരുത്താറുണ്ട്. ഇവിടെ എഴുത്തിനിരുത്തിയാൽ ബുദ്ധിയും പഠനോത്സാഹവും കൂടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് മുതിർന്ന കുട്ടികളും ഇവിടെ എഴുതാനെത്തുന്നത്. 1200ഓളം വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിന് കൽപ്പിക്കപ്പെടുന്നത്. ഇതിൽ എഴുതപ്പെട്ട ചരിത്രം വെച്ച് 700-ലേറെ വർഷങ്ങളായി നടക്കുന്ന ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം. ഇതിൽ 108 ദുർഗാക്ഷേത്രങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. വേങ്ങൂർ, മാണിക്യമംഗലം, ചെങ്ങൽ, എടാട്ട്, ആവണംകോട്, നായത്തോട്, എഴുപുറം, ഇരിങ്ങോട് തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ സാന്നിധ്യം ആറാട്ടുപുഴ പൂരം രേഖകളിൽ കാണാം. അതിൽ നിന്ന് തന്നെ 700 വർഷത്തെ പഴക്കം രേഖാപരമായുണ്ട്. വൃശ്ചികത്തിലെ കാർത്തികയാണ് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്ന്. ഉദയാസ്തമയ പൂജയാണ് പ്രധാനം. 18 പൂജകളുണ്ട് ഇതിൽ. വർഷത്തിൽ മഹാനവമി ദിവസം മാത്രമാണ് ഇവിടെ എഴുത്തിനിരുത്ത് ഇല്ലാത്തത്. സരസ്വതി ക്ഷേത്രമാണെങ്കിലും സൗമ്യ ദുർഗയുടെ രൂപഭാവങ്ങളിലാണെങ്കിലും ശിവസാന്നിധ്യമാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. വിദ്യയുടെ അതിദേവനായ ശിവനും ആദിഗ്രന്ഥങ്ങളെ നാരായം കൊണ്ട് പകർത്തിയ ഗണപതിയും വിദ്യാവിലാസിനിയായ സരസ്വതിയും ശ്രീലകത്ത് സമ്മേളിക്കുന്നു. അതാണ് ആവണംകോട് ക്ഷേത്രത്തിന്റെ ശക്തി ചൈതന്യത്തിനുള്ള രഹസ്യം. പരശുരാമന്റെ ശിഷ്യപരമ്പരയിൽ ഉൾപ്പെട്ട തരണനെല്ലൂർ കുടുംബത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലെ തന്ത്രി. മിഥുനമാസത്തിലെ പൂയം നാളിലാണ് സ്വയംഭൂവായ ദേവി ചൈതന്യം കണ്ടെത്തി പരശുരാമൻ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് മിഥുനത്തിലെ പൂയം നാൾ ഇവിടെ എപ്പോഴും പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നത്. ഭാഗികമായി പുറത്തു കാണാവുന്ന ശിലയാണ് പ്രതിഷ്ഠ. പ്രതിഷ്ഠയുടെ ബാക്കി ഭാഗം ഉൾവശത്താണ്. വിഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശിലകളിൽ ഗോളക, അതായത് വിഗ്രഹരൂപം കമഴ്ത്തിയാണ് പൂജ. വെള്ളിയിലും സ്വർണത്തിലുമുള്ള ഗോളകളുണ്ട്. വിശേഷ ദിവസങ്ങളിൽ സ്വർണ്ണഗോളകയും അല്ലാത്ത ദിവസങ്ങളിൽ വെള്ളഗോളകയുമാണ് പ്രതിഷ്ഠിക്കുന്നത്. മുല്ല, റോസ തുടങ്ങിയ കടുംമണമുള്ള പുഷ്പങ്ങൾ ഇവിടെ പൂജയ്ക്കെടുക്കാറില്ല. ചെത്തി, തുളസി, നന്ദിയാർവട്ടം, വെള്ളമന്ദാരം തുടങ്ങിയ പൂക്കളാണ് പൂജയ്ക്കെടുക്കുന്നത്. നവരാത്രി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. നവരാത്രി കാലത്ത് ക്ഷേത്രത്തിൽ നടക്കുന്ന സംഗീതോത്സവത്തിലും സംഗീത ആരാധനയിലും ഒട്ടേറെ പേർ പങ്കെടുക്കാറുണ്ട്. 1000-ലധികം കുരുന്നുകളാണ് ഇവിടെ ഹരിശ്രീ കുറിക്കുന്നത്. ഉന്നത വിജയവും കുടുംബ ഐശ്വര്യവും ലഭിക്കുന്നതിന് വിശേഷാൽ നവരാത്രി പൂജകളും വഴിപാടുകളും അന്നദാനവും നടത്താം. സരസ്വതി ദേവിയുടെ നടയിൽ നാവ്, മണി, നാരായം സമർപ്പിച്ചാൽ കുട്ടികൾ സ്ഫുടമായി സംസാരിക്കുകയും നന്നായി പഠിക്കുകയും നല്ല കയ്യക്ഷരം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇവിടെ പൂജിച്ചു തരുന്ന സാരസ്വതഘൃതം കഴിച്ചാൽ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുകയും ചെയ്യുമത്രേ. ജാതകത്തിൽ ബുധന് ബലക്കുറവുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മീനമാസത്തിലാണ് പൂരം. ഉത്രം നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ 10 ദിവസം മുമ്പ് കൊടിയേറും.
11 ആനകളെ അണിനിരത്തി 100 കണക്കിന് പ്രസിദ്ധരായ വാദ്യകലാകാരന്മാർ പങ്കെടുത്തുകൊണ്ട് മുൻകാലങ്ങളിൽ വിപുലമായി നടന്നിരുന്ന ആവണങ്കോട് പൂരം ഇന്നും പഴമക്കാരുടെ ഓർമ്മയിലുണ്ട്. ദേവമേള എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ തൃശൂർ പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് സമീപ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരോടൊപ്പം പ്രൗഢഗംഭീരമായി ആചാരാനുഷ്ഠാനങ്ങളോടെ മുൻകാലങ്ങളിൽ ഭഗവതി എഴുന്നള്ളിയിരുന്നു. തെക്കൻ പൂരം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. വിദ്യാവാഗീശ്വരി പൂജയും സാരസ്വത മന്ത്രാർച്ചനയും ദ്വാദശാക്ഷരി പുഷ്പാഞ്ജലിയുമാണ് പ്രധാന വഴിപാടുകൾ. ഇഷ്ടനിവേദ്യം ശർക്കര പായസമാണ്. മലർപ്പറ പ്രധാനം. താമരപ്പൂവ് മാല സമർപ്പിക്കാം. ജന്മനക്ഷത്ര പൂജ, നിത്യപൂജ ഇവിടെ കൂടാതെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജയും വളരെ വിശേഷം. ദേവിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വീണക്കച്ചേരിയും സംഗീതാരാധനയും ക്ഷേത്രത്തിലെ വലിയമ്പലത്തിൽ ദേവിക്ക് അഭിമുഖമായി ഇരുന്ന് നേരിട്ട് അർപ്പിക്കാവുന്നതാണ്. രാവിലെ 5:30 നട തുറക്കും, 10 നടയടയ്ക്കും. വൈകിട്ട് 5:30 തുറക്കുന്ന നട 7:30 അടയ്ക്കും. രാവിലെ ഉഷപൂജ സരസ്വതീ സങ്കല്പത്തിലും തുടർന്നുള്ള പൂജകൾ ദുർഗാ സങ്കല്പത്തിലുമാണ്.